റെഡ് ഫോറസ്റ്റ് കേക്കിലേക്ക് നമുക്ക് ആദ്യം മൈദയും ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിന് മീതേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അപ്പം ഞാനിതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ മൈദ ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ എങ്ങനെ ഇത് എടുക്കുന്നതെന്ന് വിചാരിച്ചാൽ പഞ്ചസാര ഓൾറെഡി പൊടിച്ച് വെച്ചിട്ട് അതിന് 1 കപ്പ് അളന്നെടുക്കുന്നതാണ്, അരിച്ചിട്ട് അളന്നിട്ട് എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതെന്ന് പറഞ്ഞാൽ 1 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 1 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പം മധുരം കൂടും കേക്കിന്. അതിന് നല്ലത് നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെച്ച് ആ പൊടിയിൽ നിന്ന് 1 കപ്പ് അളന്നെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. പഞ്ചസാര നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി ഒന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം കളറാക്കി എടുക്കണം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇടാൻ വിട്ടുപോയി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ അതിനകത്തോട്ട് ചേർത്ത് ഒന്നുകൂടെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയും കൂടിയും പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കി പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. അതും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പൊടിയൊക്കെ അങ്ങ് പുറത്തേക്ക് പറന്നു പോകും. ഇനി നമുക്ക് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസ് മാവിന് മതിയാവും. ഈ കറക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം കേട്ടോ, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പ് പാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 കിലോ കേക്കിൻ്റെയാണ് ഈ മോൾഡ്. അപ്പോൾ ഞാൻ ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40-45 മിനിറ്റ് വരെ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം, നല്ല തിക്കാക്കി എടുക്കണം. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലെടുക്കുക. കേക്ക് ബേക്കായി നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. തണുത്തപ്പോൾ തന്നെ ഒന്ന് വിട്ടിട്ടുണ്ട് ഇത് പാത്രത്തിൽ നിന്ന്. അന്നേരം നമ്മൾ ജസ്റ്റ് ഒരു നൈഫ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇതേപോലെ ഒരു പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം, ലെയറായിട്ട് എടുക്കാം. ഇപ്പോൾ 2 or 3 ഒക്കെ ആക്കി കട്ട് ചെയ്യാം. ഞാനിവിടെ 2 ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഗ്ലാസ് വെച്ചിട്ട് അതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഒരു കേക്ക് ബോർഡിൽ ഞാൻ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുള്ള ഈ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുതിർത്തി കൊടുക്കുക. അതേപോലെ നന്നായി കുതിർത്തി കൊടുക്കണം. കാരണം വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുന്നത് ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. അപ്പം അതിനനുസരിച്ച് ആവശ്യത്തിന് അത്തിരി ഒരുപാട് ഒഴിക്കണ്ട, എന്നാൽ ആവശ്യത്തിനൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോടൊക്കെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുക. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ഇതിൻ്റെ മീതെ ഇനിയിപ്പോൾ ചെറിയുടെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. ആ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആ ചെറി ഒന്ന് കോട്ട് ചെയ്യും. അപ്പം അതിനനുസരിച്ച് നമ്മൾ ആദ്യത്തെ കുറച്ച് തേച്ച് കൊടുത്താൽ മതിയാവും വിപ്പിംഗ് ക്രീം. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് ചെറി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് ചെറി മതിയാവും. അതൊന്ന് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചെറിയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്യുക ചെറി. അപ്പം നമ്മൾ ചെറി ഫുള്ളായിട്ട് കോട്ട് ചെയ്തിട്ട് ചെറിയുടെ മുകളിൽ ഫുള്ളായിട്ട് ക്രീം കോട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ലെവൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുകളിലോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേക്ക്.
ഇനി ഇതിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. അതേപോലെ അപ്പം അതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടോപ്പ് ഭാഗം ഒന്ന് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ഇതേപോലെ ക്രീം വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റോളം ഫ്രിഡ്ജിലൊന്ന് വെക്കാം. 10-15 മിനിറ്റ് നമ്മളൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിവിടെ ഒരു പൈപ്പിംഗ് നോസിൽ എടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ആക്കിയിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പം മീതെ ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. അപ്പം ഞാൻ അതേപോലെ സെൻറ്ററിൽ ഒരു ഡിസൈൻ കൊടുത്തു. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കോട്ട് ചെയ്യുക. ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതെ വൈറ്റ് ചോക്ലേറ്റ്, ഇതിൽ 2 ഭാഗമായിട്ടാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അതിൽ ഒരു ഭാഗത്ത് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഈ ഒരു പോർഷനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതേപോലെ വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നമ്മൾ പേര് എഴുതാനായിട്ട് ഉപയോഗിക്കും. അപ്പം ഞാനത് മേരി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറി ഒന്ന് വെച്ച് കൊടുക്കാം. ഒരുപാട് വെച്ച് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മൾ സെൻറ്ററിൽ ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ കൊടുക്കുക. അപ്പം നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു കേക്ക് റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ അതേ അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കണം. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന്. അപ്പം ഞാൻ മുമ്പ് ഒരു കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ഇട്ടിരുന്നു, പക്ഷെ അതിനേക്കാൾ സൂപ്പർ കേക്ക് ഇതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്